കവി സച്ചിദാനന്ദൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നിലമ്പൂരിലായിരുന്നുവെങ്കിൽ അങ്ങേക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു. ആശാസമരവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിനെതിരെ വിമർശനം തുടരുന്നതിനിടയിലാണ് താങ്കളെ യുദ്ധവിരുദ്ധ നിലപാടിന്റെ പേരിൽ ഒരു വോട്ട് അഭ്യർത്ഥിക്കുന്നത് താങ്കൾക്ക് വേണ്ടി. സച്ചിദാനന്ദൻ ഞങ്ങളൊക്കെ കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ എത്ര കവിതകളാണ് ആ കാലത്ത് ഞങ്ങളുടെ ചിന്തകൾക്ക് വഴികാട്ടിയിട്ടുള്ളതെന്ന് പറയാനാവില്ല. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ആത്മകഥയൊക്കെ ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പിലുണ്ട്. ക്ലാസ് മുറികളിൽ നിന്ന് ഉറക്കം തൂങ്ങുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങളെങ്കിലും നഷ്ടമാകുന്നില്ലല്ലോ എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് കവിതകൾ. അതുപോലെ തന്നെ എല്ലാം മറക്കുന്നവനെന്നൊരു കവിത, സുഗന്ധ രാജ്യത്തെ ഹ്വാത്സ എന്ന ചെറുപ്പക്കാരന് മറവി രോഗം ബാധിച്ചു എന്നാരംഭിക്കുന്ന ഒരു കവിതയുണ്ട്. അങ്ങനെ ഒരുപാട് കവിതകൾ, ഒരുപാട് കവിതകൾ. ഇവിടെ നമ്മൾ പുറത്തു കഴിഞ്ഞാൽ ആ കവിതയെക്കുറിച്ച് തന്നെ നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാൻ കഴിയും. അപ്പോൾ മലയാള കാവ്യ മേഖലയ്ക്ക് ഒരു പുത്തനുണർവും ഊർജവും നൽകിയ ഒരു കാലത്ത് ഇപ്പോഴും ക്യാമ്പസുകളിലും യുവജനങ്ങളുടെ ഇടയിലും ചിന്തിക്കുന്നവരിലൊക്കെ അഗ്നി പടർത്തിയ ഒരു കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലഭിക്കാവുന്ന അംഗീകാരത്തിൻ്റെ ഏറ്റവും ഉയർന്നതാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദനെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളെ പഴയതുപോലെ തന്നെ ഹൃദയത്തോട് ചേർക്കുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പറയുന്നവരെ ഞാനത് അറിഞ്ഞിട്ടില്ല. നവമാധ്യമങ്ങളൊന്നും അങ്ങനെ ഈ തിരക്കുകൾക്കിടയിൽ നോക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ.